മോഹൻ ശർമ്മയുടെ വാർത്തകൾ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നുണ്ട്. 69-ാം വയസ്സിൽ വൃദ്ധസദനത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ വിഷമത്തെക്കുറിച്ചാണ് പ്രേക്ഷകർ കണ്ടത്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കണ്ടതും ഒക്കെയും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കേൾക്കുന്നത് പോലെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും ഇത് കാണുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. മോഹൻ ശർമ്മയ്ക്ക് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ആദ്യം കണ്ടതുപോലെ ഉണ്ടായിരുന്ന ഒരു സ്നേഹമായിരുന്നില്ല പിന്നീട് അങ്ങോട്ട്. എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടുകൾ, എല്ലാ കാര്യത്തിലും തർക്കം. ഇതുതന്നെയായിരുന്നു പിന്നീട് ലക്ഷ്മിയെയും അതുപോലെ തന്നെ മോഹൻ ശർമ്മയെയും അകറ്റിയ ഒരു കാര്യം. ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യയുമായി വളരെ അടുത്ത രീതിയിൽ തന്നെ ഒരച്ഛനോളമുള്ള സ്നേഹം മോഹൻ ശർമ്മയ്ക്കുണ്ടായിരുന്നു. ഐശ്വര്യയെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഐശ്വര്യയുടെ കാര്യങ്ങളെല്ലാം ഒരു കാലം വരെയും നോക്കിക്കൊണ്ടിരുന്നതും അദ്ദേഹം തന്നെയായിരുന്നു. പിന്നീട് മകളും അമ്മയും മോഹൻ ശർമ്മയുടെ അരികിൽ നിന്ന് പാടെ മാറി. മോഹൻ ശർമ്മയെ വിട്ട് വിവാഹബന്ധം വേർപെടുത്തി ലക്ഷ്മി മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിലൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ മോഹൻ ശർമ്മയ്ക്ക് നഷ്ടമായത് ഒരു മകളെയും കൂടിയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരും ഇതേ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ കാണുകയും ആരാധകരുടെ പ്രീതി മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനെ പറ്റിയും അന്ന് ആ ഒരു ദിവസം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് പരമാവധി തീരുമാനിച്ചതെന്നും ഒരിക്കൽ പറഞ്ഞതോടെ തന്നെ മോഹൻ ശർമ്മയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകരും അത് മനസ്സിലാക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. മോഹൻ ശർമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ പോലും പ്രയാസമുണ്ട്. എന്നാൽ അതിനെ വിശദീകരിക്കാൻ ആരും ചോദിക്കുന്നില്ല. പക്ഷേ എല്ലാം മറന്ന് നല്ലൊരു ജീവിതം ജീവിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമായി തന്നെ എല്ലാവരും കാണുന്നത്. ഈ 69-ാം വയസ്സിലും സ്വന്തം നിലയിൽ മറന്ന് അദ്ദേഹം നിൽക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്നത് പോലെയോ പറയുന്നത് പോലെയോ അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വൃദ്ധസദനത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങാൻ പോലും തനിക്ക് സഹായമില്ല എന്ന് പറയുമ്പോഴും മറ്റൊരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതായിട്ടോ ആരും പറയുന്നതുമില്ല. ഇത്രയേറെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും സിനിമയ്ക്കകത്തും പുറത്തും നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേരുണ്ടായിട്ടും ആരുടെയും കയ്യും കാലും പിടിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് സഹായിച്ച് അല്ല അദ്ദേഹം ഇതുവരെയും ജീവിച്ചത് എന്നത് തന്നെയാണ് സത്യം. വൃദ്ധസദനത്തിൽ ജീവിക്കുമ്പോൾ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.